നമ്മളുള്ളത് തിരൂർ മാർക്കറ്റിലാണ്. എല്ലാവരും ചില്ലറ പർച്ചേസുകളൊക്കെ ആയിട്ട് നമ്മളവിടെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ച്. അപ്പോൾ ഞാനും ബാബുവും ഒരുമിച്ച് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരൂർ മാർക്കറ്റിൽ വെള്ളിയാഴ്ചയാണ് പൊതുവെ ചന്ത ഉള്ളത്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച അവിടെ ചന്തയും കാര്യമൊന്നുമില്ല, പക്ഷേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരിക്കും. വെള്ളിയാഴ്ച ഷോപ്പുകളൊക്കെ അടവായിരിക്കും. അപ്പോൾ വെള്ളിയാഴ്ച പർച്ചേസിന് പോയാൽ പ്ലാറ്റ്ഫോമിലുള്ള കച്ചവടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാത്രമേ കിട്ടുള്ളൂ. ഇത് നമുക്ക് ഷോപ്പുകൾ അല്ലാത്ത ദിവസങ്ങളുണ്ട്. അപ്പോൾ ഞായറാഴ്ചയൊക്കെ എല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഷോപ്പുകളിലും അങ്ങനെ നടന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ നമ്മളെ മൊബൈൽ ഒന്ന് രണ്ടെണ്ണം പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടെ കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലയിടത്ത് ചോദിക്കുമ്പോൾ ഒരു റേറ്റാണ്, വേറെ സ്ഥലത്ത് അതിലും കുറവുണ്ട്, ചിലയിടത്ത് അതിലും കൂടുതലാണ്. എന്നാലും ഏറ്റവും കുറഞ്ഞൊരു ലൊക്കേഷനിൽ നമ്മൾ എത്തി. അങ്ങനെ അതവിടെ മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്ത് മാറി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അപ്പോഴേക്ക് നമ്മളിവിടെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. പുറത്ത് കച്ചവടക്കാരുണ്ട്, ഡ്രസ്സുകൾ, പിന്നെ ടീഷർട്ട്, മറിച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതിന് പുറമെ മൊബൈലിൻ്റെ എല്ലാവിധ ആക്സറീസുകളും. ഇത് നമ്മളെ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാലും മാർക്കറ്റിലേക്ക് എളുപ്പമാണ്. അപ്പോൾ മറുവശത്ത് റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഇറങ്ങിയാലും മാർക്കറ്റിലേക്ക് എളുപ്പമാണ്. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും, മൊബൈലിൻ്റെ ആക്സറീസ്, ലൈറ്റുകൾ, നമുക്ക് വീടുകളൊക്കെ കൂടിയിരിക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ള എല്ലാവിധ ലൈറ്റുകളും വളരെ വില കുറവാണ് ഇവിടെ. മറ്റുള്ള മാർക്കറ്റിനേക്കാളും വില കുറഞ്ഞാണ് ഇതൊക്കെ കാണുന്നത്. ഏത് ഐറ്റംസ് സീനറി ബൾബുകളും ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഡിസൈൻ ബൾബുകളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഏകദേശം വിലക്ക് ചോദിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് ഐറ്റംസിൽ ഒരു 8-10 ബൾബുകളൊക്കെ ഞങ്ങൾ വാങ്ങി. അപ്പോൾ ഈ ബൾബൊക്കെ മൊത്തം ഡസനായിട്ട് എടുക്കുമ്പോൾ വളരെ ചീപ്പ് റേറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ കുറച്ച് ബൾബുകളൊക്കെ പർച്ചേസ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോഴേക്ക് ഞങ്ങൾ മൊബൈലിൻ്റെ സാധനങ്ങൾ കഴിഞ്ഞ് പിന്നെ വണ്ടിൻ്റെ ആക്സറീസാണ് തിരയാൻ പോയത്. അപ്പോൾ വണ്ടിക്ക് ചില സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വണ്ടിൻ്റെ എല്ലാവിധ സാധനങ്ങളും, അതായത് ബോക്സ്, സ്റ്റീരിയോ, പിന്നെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ്, എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. കുറേ ചെയിൻ ഐറ്റംസുകളും മറ്റുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ട് എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ആവശ്യമുള്ളത് കളക്ട് ചെയ്തു. പിന്നെ നമ്മളെ ബാബുവിന് ആവശ്യം മെയിനായിട്ട് ചൂണ്ടലാണ്. അങ്ങനെ ചൂണ്ട തിരഞ്ഞിങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ, ചൂണ്ടലൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതായാലും ചൂണ്ടലൊന്ന് എടുത്തിട്ടുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കടയിൽ അത്ര ചൂണ്ടൽ ഐറ്റംസുകൾ കുറവാണ്, ഒരേ ഒരു ഐറ്റം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഏകദേശം അത് അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ വേറെ ചൂണ്ടലിൻ്റെ കട കണ്ടു. ഏതായാലും ഈ കടയിൽ ചൂണ്ടലിൻ്റെ എല്ലാവിധ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. പക്ഷേ ചൂണ്ടൽ പല വിലയുണ്ട്. അതായത് ചില ചൂണ്ടൽ വാങ്ങണ കാശിന് ഒരു 5 കിലോ അയക്കോറ കിട്ടും. ചില ചൂണ്ടലിൻ്റെ പൈസയ്ക്ക് നമുക്ക് പിന്നെ ഒരു 10 കിലോ ആവോലി തന്നെ വാങ്ങാം. അങ്ങനത്തെ ഒക്കെ ലെവലിലാണ് ചൂണ്ടലിൻ്റെ വില. പിന്നെ ഈ വില കൊടുത്ത് ചൂണ്ടൽ വാങ്ങിയിട്ട് കൊണ്ട് ചൂണ്ടട്ടിട്ട് ഈ മീൻ കിട്ടിയിട്ട് വേണം. ഏതായാലും അത് അതിൻ്റെതായ ആളുകൾക്ക് അത് വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നെങ്കിലും കൂടിയിട്ട് നമ്മൾ കുറേ ചൂണ്ടലൊക്കെ തിരഞ്ഞതൊക്കെ ചൂണ്ടലിൻ്റെ സാധനങ്ങളാണ്. അതിൻ്റെ നൂല് ചുറ്റുന്ന സാധനങ്ങളോ, അതിൻ്റെ ഇര പൂത്തിടണ പല ഐറ്റംസ്, ഇതിനൊക്കെ എന്തൊക്കെയോ പേരുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും ആട്ടെ, കുറേ ഐറ്റംസ്. അതിൽ നിന്ന് ഞങ്ങൾ ഒരു തവളന വാങ്ങി. അങ്ങനെ ഏതായാലും ഒരു ചൂണ്ടൽ സെറ്റ് ചെയ്തു.